ഇന്നും രേണുസുതിയുടെ ഒരു വീഡിയോ തന്നെയാണ്. ഞാൻ 2-3 ദിവസം കൊണ്ടേ രേണുസുതിയുടെ വീഡിയോ ഇനി ഇടണ്ടാന്ന് വിചാരിച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാ. കാരണം എന്താണെന്നറിയോ, ഞാൻ രേണുസുതി അങ്ങ് ദുബായിന്ന് വന്ന് ഇറങ്ങുന്ന വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്ത് എല്ലാ എഡിറ്റ് ചെയ്തൊക്കെ വെച്ചതാ. അപ്പോൾ അവർ ദുബായിൽ നിന്ന് വന്നിട്ട് അവരുടെ സംസാരമൊക്കെ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു. അവരെ ഇഷ്ടപ്പെട്ടു എനിക്കത്. അവർ നല്ല മെച്യൂർഡായിട്ടാണ് ആ ഒരു ദുബായിൽ നിന്ന് വന്ന് ഇറങ്ങിയിട്ട് എയർപോർട്ടിൽ നിന്ന് സംസാരിച്ചത്. ഈ ഓൺലൈൻ മീഡിയക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ നല്ല പക്വതയോട് കൂടിയാണ് മറുപടി പറഞ്ഞത്. പക്ഷെ അത് എനിക്ക് പിന്നീട് തോന്നി അത് വളരെ പ്ലാൻഡായിട്ട് കൊടുത്ത ഒരു മറുപടിയാണെന്ന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയോ? ഈ ഓൺലൈൻ മീഡിയക്കാരൊക്കെ എന്തൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും, അപ്പം അതിന് എങ്ങനെ മറുപടി കൊടുക്കണം എന്നുള്ള ഒരു രീതിയിലുള്ള മറുപടിയാണ് രേണുസുതി എയർപോർട്ടിൽ വെച്ച് കൊടുത്തത്. ആദ്യം എല്ലാം അങ്ങനെ തന്നെ മറുപടി കൊടുത്തുകൊണ്ടിരുന്നത് കിച്ചുവിൻ്റെ വിവാദത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾക്കെല്ലാം നല്ലൊരു പക്വതയാർന്ന അമ്മയായിട്ട് നിന്ന് സംസാരിച്ചത്. ടു ഇസഡ് കാര്യങ്ങൾ നമുക്ക് ആ കാര്യങ്ങൾ കുറച്ചൊന്ന് കാണാം. നിങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും, എന്നാലും കുറച്ചൊന്ന് കാണാം. ആദ്യം നമുക്ക് രേണുസുതി അങ്ങ് ദുബായിൽ നിന്ന് വന്ന് ഇറങ്ങുന്നത് കാണാം. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് നമ്മുടെ സുധി ചേട്ടനെ കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ എനിക്ക് വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സുധി ചേട്ടനെ കുറിച്ച് കുറ്റമാണ് പറഞ്ഞത്. എന്താ പറഞ്ഞതെന്ന് കേൾക്കണ്ടേ? കേട്ടോളൂ. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, എന്നാലും എൻ്റെ വകയായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഇത്രയും പറയുള്ളൂ. കിച്ചുവിന്റെ വിവാദത്തെ പറ്റി എനിക്ക് പറയാനുള്ളത്, സുധിച്ചേട്ടൻ നിങ്ങൾക്കൊക്കെ അറിയാം, സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം എനിക്ക് ആകെ തന്നിരിക്കുന്നത് കുറച്ച് കടങ്ങളും കുറെ പ്രാരാബ്ദങ്ങളും 2 മക്കളെയും നമുക്കാണ് സുധിച്ചേട്ടൻ മരിച്ചു പോയത്. ഒരുപാട് സ്വത്തുക്കളോ ഒരു സ്വത്ത് തരാതാണ് സുധിച്ചേട്ടൻ മരിച്ചു പോയത്. എന്നെ കൊണ്ട് കഴിയുന്ന പോലെ 2 മക്കളെ നന്നായിട്ട് ഞാൻ നല്ല നിലയിൽ നോക്കിയിട്ടുണ്ട്. കിച്ചുവിനെ സംബന്ധിച്ച് ഇപ്പൊ കിച്ചുവിന് 10-22 വയസ്സായി, പ്രായപൂർത്തിയായ ഒരു മകനാണ്. അതവിടെ നിൽക്കട്ടെ. നമുക്ക് കിച്ചുവിന്റെ കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ ആയിട്ട് സുധിച്ചേട്ടൻ എനിക്ക് തന്നിട്ട് പോയത് കുറച്ച് കടങ്ങളും പിന്നെ 2 മക്കളെ മാത്രമാണെന്നാ പറഞ്ഞിട്ട് പോയത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ എൻ്റെ പൊന്നു രേണു, അപ്പൊ നിങ്ങൾ ഈ താമസിക്കുന്ന വീട് അത് ആരുടെ വീടാ? നീ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പൈസ മുടക്കി ഉണ്ടാക്കിയ വീടാ? അതല്ലെങ്കിൽ തൻ്റെ അച്ഛൻ വെച്ച് തന്ന വീടാ? അല്ലല്ലോ. രേണുവിന്റെ ഭർത്താവിന്റെ വകയായിട്ട് കിട്ടിയതല്ലേ. രേണുവിന്റെ ഭർത്താവായ സുധി എന്നുള്ള ഒരാള് മരിച്ചു പോയപ്പോ അയാളുടെ പേരിൽ കിട്ടിയ വീടല്ലേ. അപ്പൊ പിന്നെ എനിക്ക് സുധി ഒന്നും തന്നിട്ടല്ല പോയെന്ന് എങ്ങനെ പറഞ്ഞു? പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു പേര്, ഈ ഒരു പ്രശസ്തി, ഇപ്പോൾ ഇങ്ങനെ നിന്ന് സോഷ്യൽ മീഡിയക്കാരോട് സംസാരിക്കാനുള്ള ഒരു പ്രശസ്തി അത് എവിടുന്ന് വന്നു? അതും സുധി കാരണമല്ലേ കിട്ടിയത്. അത് സുധി എന്നുള്ള പേര് രേണുവിന്റെ വാലിന്റെ അറ്റത്ത് ഉണ്ടായതുകൊണ്ട് മാത്രമല്ലേ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു പേരും പ്രശസ്തിയും ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ നിന്ന് സോഷ്യൽ മീഡിയക്കാരോട് സംസാരിക്കാൻ പറ്റുന്നത് തന്നെ. സുധി ഇല്ലാന്നുണ്ടെങ്കിൽ രേണുവിനെ ആരറിയും? അപ്പം പിന്നെ ഒന്നും തന്നിട്ട് പോയില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഈ ഒരു കാര്യം ഞാൻ ആരും സോഷ്യൽ മീഡിയയിൽ ആരും പറഞ്ഞു കേട്ടില്ല, അതുകൊണ്ടാണ് ഞാനൊന്ന് പറഞ്ഞത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു, അപ്പൊ അത് എനിക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. സുധി തന്നിട്ട് പോയിട്ടില്ല എന്ന് ഒരുപാട് പറയുന്നുണ്ടായിരുന്നു. സുധി അടിച്ചു പൊളിച്ച് ജീവിക്കാനായിട്ടുള്ള ഒരു അവസരം തന്നിട്ട് പോയി. സുധി എന്നുള്ള ഒരു പേരുടെ രേണുവിന്റെ വാലിന്റെ അറ്റത്ത്, രേണു എന്ന പേരിന്റെ അറ്റത്തിട്ടപ്പോ രേണുവിന് അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ള ഒരു സൗഭാഗ്യം തന്നിട്ട് പോയി അല്ലേ. എൻ്റെ പൊന്നെ, ഞാനതൊന്നും ആലോചിക്കുന്നത്, ഈ സുധിച്ചേട്ടൻ ഈ പരലോകത്ത് ചെന്നിട്ട് മനസമാധാനത്തോടു കൂടി ഒരു ദിവസം പോലെ ഇരുന്നിട്ടുണ്ടാവില്ല. ഇവൾ ഈ ഭൂമിയിൽ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് എന്നായിരിക്കും അങ്ങേരുടെ ഒരു വിചാരം. കഷ്ടം, അങ്ങേര് മരിച്ചു കഴിഞ്ഞിട്ട് പോലും അങ്ങേരുടെ ആത്മാവിന് പോലും ഒരു സ്വസ്ഥത കൊടുക്കുന്നില്ല അല്ലേ. മരിച്ചതിൻ്റെ അന്ന് തൊട്ട് ഇന്ന് വരെ വിവാദം. അതിപ്പോഴും വർഷങ്ങളായിട്ടും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇവർക്ക് ഈ വിവാദങ്ങളൊന്നും ഉണ്ടാകാത്ത ആ മരിച്ച മനുഷ്യനെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിച്ചുകൂടായിരുന്നു. പോട്ടെ. അപ്പം ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷെ നല്ല പക്വതയായ സംസാരങ്ങളാണ്. അപ്പൊ ഇതെല്ലാം നിങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. എനിക്കിപ്പോൾ തോന്നുന്നത് നമ്മുടെ രേണുസുതി ദുബായിൽ നിന്ന് വന്നപ്പോൾ കടുത്ത തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? രേണു ഓപ്പണായിട്ട് ഞാൻ ഇനിയിപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ നിർത്തില്ല, സബ്സ്ക്രിപ്ഷനിൽ ഞാൻ പല കാര്യങ്ങളും കാണിക്കും. അപ്പോൾ രേണു തന്നെ പറയുന്നുണ്ട്, ഇവിടെ പലരും കാണിച്ചാണ് ജീവിക്കുന്നത്, അപ്പോൾ ആർക്കും ഒരു കുഴപ്പമില്ല, പിന്നെ ഞാൻ കാണിക്കുന്നതുകൊണ്ട് ആർക്കും എന്താ കുഴപ്പമെന്ന്. അപ്പോൾ രേണു പരസ്യമായിട്ട് പറയുവാണ്, ഞാൻ കാണിക്കും, ഞാൻ എൻ്റെ സബ്സ്ക്രിപ്ഷനിലൂടെ അല്ലാതെയും ഞാൻ എൻ്റെ ശരീരം കാണിച്ച് തന്നെയാണ് ജീവിക്കാൻ പോകുന്നതെന്ന് പരസ്യമായിട്ട് പറയുകയാണ്. അപ്പോൾ പിന്നെ അവരെ അങ്ങനെ അങ്ങ് വിടാം അല്ലേ. ഇനിയിപ്പം അവരങ്ങനെ ജീവിക്കാനാണ് തീരുമാനിച്ചതെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് ജീവിക്കട്ടെ. പക്ഷെ നമ്മുടെയൊക്കെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടായിരുന്നു, ഈ സുധി എന്ന് പറയുന്ന ഒരു കലാകാരൻ്റെ ഭാര്യ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്ന്. നമ്മുടെ കലാഭവമണി ചേട്ടൻ്റെ ഭാര്യ, അത് കണക്കന്നെ കൊച്ചിങ്ങനിപ്പയുടെ ഭാര്യ, അത് കണക്കന്നെ ഷാനവാസിൻ്റെ ഭാര്യ, ഷാനവാസ് പേര് പറഞ്ഞുകൊണ്ട്, എന്നാലും അവരുടെയൊക്കെ ഭാര്യമാരൊക്കെ ജീവിക്കുന്നത് കണക്ക് നമുക്കൊരിതുണ്ടാവും. പിന്നെ ഒരു കാര്യമുണ്ട്, അവർക്കൊക്കെ ജീവിക്കാനായിട്ട് ഒരുപാട് പൈസയും സ്വത്തും വകയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ രേണുവിനെ സംബന്ധിച്ച് അതൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പൈസ സമ്പാദിക്കാനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ തന്നെ രേണു ഈ
ദുബായിൽ നിന്ന് വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, എനിക്ക് പൈസ കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ഇനിയും ചെയ്യും, ഞാനിത് നിർത്താനേ പോകുന്നില്ല. എന്തിനു നിർത്തണം, എനിക്ക് പൈസ കിട്ടുന്നുണ്ട്, പിന്നെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ കാണിച്ചതുകൊണ്ട് എന്താ പ്രശ്നം, ഞാൻ കാണിക്കുകയും ചെയ്യും, പൈസ ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് കേൾക്കുന്നത് നോക്കാം. ഇത് ആകർഷിക്കുന്ന രീതി ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് ഞാൻ പറഞ്ഞു വല്ലവരോട് ഓടി വാ എന്നെ സബ്സ്ക്രിപ്ഷൻ ഞാൻ ആരോടും പറയുന്നില്ല. ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന അവരിപ്പോഴും നിൽക്കുന്നു. ഇപ്പൊ ഓരോ മിനിറ്റിനും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സബ്സ്ക്രിപ്ഷൻ. അങ്ങനല്ല, അതിനുശേഷമാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ വന്നത്. അതെ അതെ അതെ. അപ്പൊ സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു തെറ്റായിട്ട് ഒരിക്കലുമില്ല. പൈസ കിട്ടുന്ന തെറ്റായിട്ട് വല്ലവർക്കും തോന്നുന്നു. ജോലി ചെയ്ത് പൈസ എന്ത് ജോലി ഞാൻ ചെയ്തു പൈസ കിട്ടും, എനിക്കാണ് തെറ്റായിട്ട് തോന്നുന്നത്. ആ ലക്ഷ്യങ്ങളെ കൊണ്ടു വന്നോ? ലക്ഷങ്ങൾ ഈ മാസം വരും. അത് ഇപ്പം പറയാൻ പറ്റത്തില്ല, കാരണം നമ്മളിപ്പോ തുടങ്ങിയതല്ലേ ഉള്ളൂ. ലക്ഷമാണോ അറിയാം, നമുക്കൊന്നും അറിയാം, നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. കാരണം ഇതൊന്നുമല്ല, ഇനിയുള്ള മുന്നോട്ടുള്ള സബ്സ്ക്രിപ്ഷനിൽ ഇനിയും കൂടുതൽ പ്രതീക്ഷിക്കാമോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി, ഇത്രയൊക്കെ പോരെ, നീയും സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടല്ലേടാ കുട്ടാ, ഞാൻ ഇനി മുട്ടായി തിന്നുന്നതും നാരങ്ങ തിന്നുന്നതും ഒക്കെ ഞാൻ ഇനി കാണിച്ചു തരും, ഇനി പലതും കാണിച്ചു തരാൻ ഇരിക്കുന്നതേ ഉള്ളൂ, നിങ്ങൾ കണ്ടോളൂ. സബ്സ്ക്രിപ്ഷൻ ചെയ്യാത്തവർ ഇനിയും സബ്സ്ക്രിപ്ഷൻ ചെയ്യും, ഞാൻ പലതും കാണിച്ചു തരും എന്ന് പറയുന്നുണ്ട്. കാണാം. പുതിയ വെറൈറ്റി സാധനങ്ങളൊക്കെ ഇറക്കുന്നതായിരിക്കും. മുട്ടായി തിന്നുന്നതും നാരങ്ങ തിന്നുന്നതും. അത് മാത്രമേ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. റേറ്റ് കൂട്ടാൻ പോകണോ അടുത്ത ഈസ്റ്റർ കഴിയുമ്പോ? ഇല്ല, നമുക്ക് നോക്കാം. ഓഫർ എന്താ? എത്ര ഓഫർ? അല്ല ഇപ്പോഴത്തെ റേറ്റ് 199 അല്ലേ? 180 ആണോ 199 ആണോ? എത്ര കൂട്ടിയാലും എടുക്കും ആരാധകര്. തീർച്ചയായിട്ടും ആരാധകർ ഒരുപാട് ഫാൻസ് ഉണ്ട് എനിക്ക്, അതാണ് മെസ്സേജൊക്കെ വരാറുണ്ട്. താങ്ക് യു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വശം. അപ്പോൾ രേണു ഇനി തീരുമാനിച്ചു, എനിക്കിപ്പോൾ പൈസകൾ കൂടി വരുന്നുണ്ട്, അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ അളവും കുറച്ച് ചെറുതാക്കി കൊണ്ടുവരുമെന്ന്. ഇപ്പോൾ രേണു ദുബായിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പുതിയ ആൽബത്തിൻ്റെ ഷൂട്ടിങ്ങിനായിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ രേണുവിൻ്റെ ഒരു വസ്ത്രധാരണം കാണണം, എൻ്റെ പൊന്നേ. പക്ഷെ ആ രേണുവിനെ ഉണ്ടല്ലോ, ഞാൻ സത്യം പറയാം, ഞാൻ കുറ്റമൊന്നും പറയുമല്ല കേട്ടോ, രേണുവിനെ നമ്മൾ ദുബായിൽ നിന്ന് വന്ന് എയർപോർട്ടിൽ കണ്ടപ്പോൾ കുറച്ച് മെനയൊക്കെ തോന്നി, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പക്ഷെ ആ ഒരു വീഡിയോ ഷൂട്ടിന് പോയപ്പോൾ, ഒരു ആൽബത്തിന്റെ ഷൂട്ടിങ്ങിനായിട്ട് പോയപ്പോൾ, ഇത്രയുള്ള ഒരു മുട്ടിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോയപ്പോൾ, ആ ഡ്രസ്സിന്റെ കുഴപ്പമില്ല, പക്ഷെ ഫേസിൽ നോക്കിയിട്ട് ആ ഒരു ഗ്ലോയോ ആ ഒരു ഇതൊന്നും കാണുന്നില്ല. സത്യം പറയാലോ, ഒരു രസം തോന്നില്ല. പക്ഷേ ദുബായിൽ നിന്ന് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പക്ഷേ ഇതിനകത്ത് മുടിയും ഒക്കെ ഒരു തരം വല്ലാതെ കിടക്കുന്നു, ഒരു മെനയില്ലായിരുന്നു. അത് ഞാൻ ആരെ ബോഡി ഷെയിം ചെയ്യില്ല, ഞാൻ സത്യം പറയുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ദുബായിൽ നിന്ന് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് വിശേഷങ്ങൾ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം രേണുവിൻ്റെ പുതിയ വിശേഷങ്ങളുമായിട്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ.